വരുന്നേ, ആരാ? ഭഗവാനെ, ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? തുറക്കാൻ. എല്ലാം ക്യൂറായി. പക്ഷെ ഇനിയും കൈ ഒടിയാതിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞോണ്ട് മാത്ര അവളൊരു പാവായിപ്പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു, തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരെ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ. പിന്നെ അല്ലാതെ ആരെയാ? ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്ന. നിനക്ക് കാണുന്നവരൊക്കെ പാവാ. ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും. എന്താലേ, എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ. ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അത് ഇങ്ങോട്ട് തന്നെ അതങ്ങ് കൊടുത്തേക്ക് മോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. പെറ്റീഷൻ കൊടുത്ത പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ട് അടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡുവോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. സുഖമാണോ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ആഗ്രഹമില്ലഞ്ഞിട്ടാണോ കുട്ടിയെ? അവിടെയുള്ള ആളിന്റെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ? വാദിക്കാവുന്നിടത്തോളം ഞാൻ വാദിച്ചു നോക്കി. ഒരു കുലുക്കില്ല. മുത്തശ്ശി കാണാൻ കൊതിയാവുന്ന ഗുരുക്കളമ്മവ. മുത്തശ്ശിക്ക് സുഖാണോ? മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നു അമ്മാവ. അയാളൊന്ന് നേരിട്ട് കാണാൻ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇവിടെ ഇല്ല. ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടോളാം. അത് ഇന്ന് ഓഫീസിലുണ്ടാവില്ല. 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് ഇനി എത്ര വൈകിയാലും സാരില്ല. വിശ്വനാഥൻ വന്ന് കണ്ടിട്ടേ ഗുരുക്കളമ്മ മടങ്ങുള്ളൂ. പോരെ, സന്തോഷായില്ലേ?
എന്താ സിസ്റ്റർ മുഖത്തൊരു ടെൻഷൻ? അതൊക്കെ നാട്ടിൽ നിന്ന് ഗുരുക്കളമാവൻ വന്നിട്ടുണ്ട്. വിശ്വേട്ടനെ കണ്ടിട്ടേ മടങ്ങൂന്ന് വാശി പിടിച്ച് നിൽക്കുക. വിശ്വേട്ടന്റെ ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അമ്മാവൻ അറിഞ്ഞ അത് പിന്നെ മുത്തശ്ശി അറിയും. ആകെ കുറച്ചിലാവും. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഉണ്ണി ഒരു ഉപകാരം ചെയ്യോ? പറയൂ സിസ്റ്റർ. ലതയുടെ ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ട് വരാം. ആഹാ, വരാൻ വൈകൂന്ന് പറഞ്ഞു. വിശ്വനാഥൻ എപ്പോ എത്തി? അല്ല, ഞാൻ ഒന്നും പറയണ്ട. സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നോക്കൂ, അത് മാത്രം പറയരുത്. മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും. എനിക്ക് അങ്ങനൊന്നും ഇല്ല. അയ്യോ, ഞാനല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ടൊന്നോളൂ. വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. തൽക്കാലം ഇന്ദുമോള് അറിയണ്ട. മുത്തശ്ശി മരണശയ്യയില്ല. എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. ഈ വാർത്ത ഇന്ദുമോൾ അറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി മോൾക്കുണ്ടാവില്ല. പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക്. കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോവ്യഥയാവും. ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില. തറവാട്ടിലെത്തണ വരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്ദുമോൾ അറിയാൻ പാടില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളണം. പേടിക്കണ്ട. ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല. ഞാൻ പറഞ്ഞു നോക്കാം. എന്നാ ഞാൻ പോയി കാറ് പിടിച്ചിട്ട് വരാം. വൈകിക്കണ്ട, പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നും അല്ല. ഒന്നും എന്നോട് ഒളിച്ചു വെക്കാൻ നോക്കണ്ട. എല്ലാം ഞാൻ കേട്ടു. ഞാൻ വിശ്വനാഥനല്ലെന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ. പക്ഷേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. എന്തു പറ്റി? പറയാമ്മ. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ഗുരുക്കളമ്മാവൻ ഇപ്പൊ എത്തും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഉണ്ണിയെ വിശ്വനായിട്ട് കൊണ്ടുപോകാനോ? അതൊന്നും ശരിയാവില്ല. ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ. വിശ്വട്ടം വരുന്നത് വരെ എന്ന് വരുമെന്ന് കരുതിയാ? അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല. വിശ്വത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നീ ധൈര്യമായിട്ടിരിക്ക. മനസ്സിൽ നിൽക്കണ്ട, പോന്നോളൂ. മോളെ, മോളെ. വേണ്ട, നോക്കണ്ട. ഞാൻ തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണേ. ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ. നിങ്ങളും നോക്കണ്ട. മുത്തശ്ശിക്ക് ഒരു അസുഖവും ഇല്ല.
വെടി തീരൂ എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ. ക്ഷമിക്കണം, കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു. കളരിയിലോട്ട് ഇല്ലതാനും. അതുകൊണ്ട് എന്തായി? നേടി, മുത്തശ്ശി നേടി. ദൈവമേ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. എനിക്കിനി മനസ്സമാധാനായി. എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാ. ഇനി പഴംപുരാണൊന്നും വേണ്ട കേട്ടോ. ദേ, ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണലത. കാര്യം നടക്കണമെന്ന് വെച്ചാൽ കാലി വീണ് സോപ്പിട്ടോളൂ. കാലേ വീഴൂ, കാലേ വീഴൂ. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കൂ. എഴുന്നേൽക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. സമാധാനായില്ലേ? എഴുന്നേൽക്കൂ. ഇല്ല മുത്തശ്ശി, ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല. എഴുന്നേക്ക് ചേട്ടാ, എന്താ ഇത്? നിങ്ങൾക്കറിയോ, മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ, ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കുകയല്ലായിരുന്നു. ഭൂമി ദേവിയോളം ക്ഷമയുള്ള ഈ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ അടിച്ചെന്റെ ഷേപ്പ് മാറ്റനല്ലേ? മതി മോനെ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി. അങ്ങനെ പറയരുത് മുത്തശ്ശി, ഞാനാണ് തെറ്റുകാരി. തെറ്റുകാരൻ? മുത്തശ്ശിക്ക് അറിയോ? വേണ്ട മോനെ, ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം. ഊണിന് എന്തൊക്കെ ഉണ്ടാവും? ആ, എല്ലാം ഉണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട് മോനെ. മോനെ എല്ലാം അറിയാലോ. നൃത്തം, സംഗീതം, പാചകം. പാചകം? അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി, ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല. ഹോ, എന്തൊരു സ്വാദ്! മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, കറികൾക്കൊക്കെ തേങ്ങ ചിരകിയത് ഞാനാ. ആ, തേങ്ങ നല്ലപോലെ ചെറിയതുണ്ടാവണം, കൂട്ടൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാടത്ത് വിളഞ്ഞ പുന്നല്ലേ രീതി ചോറ ഇത്. ആ, ആ, ലേശം മതി, കൂടി മതി. വിളമ്പട്ടെ. മതി മതി. വേഗം കഴിക്കു ചേട്ടാ, ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തൂ. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? ഇപ്പൊ പോവേ, നല്ല കഥയായി. ഇവിടെ ആദ്യമായി വന്നിട്ട്. അത് ശരിയാ. മുത്തശ്ശി നിർബന്ധിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ? എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ. എന്തു പറഞ്ഞാലും ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം, അല്ലേ ഗുരുക്കളെ? എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. മാങ്ങാത്തൊലി. അതിനിപ്പോ ഞാനെവിടെ പോവാനാ? ഉപ്പ് വാങ്ങാ മതിയോ?